അടിമത്തം സംബന്ധിച്ച നമ്മുടെ ചർച്ച തുടരുകയാണ്. അനുബന്ധമായി ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരു പരാതി പൊതുവിൽ വരുന്നത് ഒരേ വിഷയം എല്ലാവരും കൂടെ എല്ലാ ചാനലിലും ഇരുന്നിട്ട് ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഒരേ വിഷയം ഒരാൾ തന്നെ നിരന്തരം ആവർത്തിക്കുകയാണ്. ഈ ആവർത്തനം വിരസത ഉണ്ടാക്കുന്നു എന്നാണ് ഒരു പരാതി. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തനങ്ങൾ വരുന്നത്? അതിന് കാരണം മതവിശ്വാസമാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നത് തന്നെയാണ്. മതവിശ്വാസം എങ്ങനെയാണ് മനുഷ്യരുടെ മസ്തിഷ്കത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത്? എങ്ങനെയാണ് തലമുറകളായി ഈ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്? ഇവിടെ ആൾക്കൂട്ട മനഃശാസ്ത്രമനുസരിച്ചും മനുഷ്യൻ്റെ വ്യക്തി മനഃശാസ്ത്രമനുസരിച്ചും ഇത്തരം ആവർത്തനങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വളരെയേറെ സഹായകമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നത് ആവർത്തനങ്ങളിലൂടെയാണ്. നമ്മൾ വിമർശിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 1400 വർഷമായിട്ട് എത്രയോ തലമുറകളായിട്ട് ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് മനുഷ്യരുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തലമുറകൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ മുതൽ മസ്തിഷ്ക പ്രക്ഷാളനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ വലുതായി വാർദ്ധക്യത്തിലെത്തി മരിക്കുന്നത് വരെയുള്ള അയാളുടെ ജീവിത കാലഘട്ടത്തിലുടനീളം അയാൾ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അയാൾ ഈ മതത്തെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഉത്ബോധനങ്ങളും ആവർത്തനങ്ങൾ തന്നെയാണ്. ഈ ആവർത്തനങ്ങളിലൂടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യത്തെ ആ മനസ്സിൽ നിന്ന് പറിച്ചെറിയുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അവിടെയും നമുക്ക് മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെ പ്രയോഗിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് പ്രക്ഷാളനം ചെയ്യപ്പെട്ട ഈ മസ്തിഷ്കങ്ങളിൽ നിന്ന് ഈ അന്ധവിശ്വാസങ്ങളെ പറിച്ചു മാറ്റുന്നതിനും ആവർത്തനം ഒരു പരിധിവരെ സഹായകമാണ് എന്ന് നമ്മൾ കരുതുന്നത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ ഇസ്ലാം മതത്തിനെതിരായിട്ട് പുതിയ തലമുറയിൽ വലിയ ആശയക്കുഴപ്പവും അപകർഷതാബോധവും ചിന്താ പരിവർത്തനവുമൊക്കെ ഉണ്ടാക്കിയ 2-3 വിഷയങ്ങൾ ഏതാണ് എന്ന് ഇന്ന് മതപണ്ഡിതന്മാരുടെ കരച്ചിൽ കേട്ടാൽ തന്നെ നമുക്കറിയാം. എം അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അപകർഷത ഉണ്ടാക്കുന്നു എന്നാണ്. അതിന് കാരണമായിട്ട് അവർ പറയുന്ന 2-3 വിഷയങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നതാണ് എന്ന്. ഒന്ന്, മുഹമ്മദ് നബിയുടെ കല്യാണങ്ങൾ, മുഹമ്മദ് നബി നടത്തിയിട്ടുള്ള ശിശുവിവാഹം, സ്വർഗത്തെക്കുറിച്ച്, ഇസ്ലാമിലെ സ്വർഗത്തെക്കുറിച്ചുള്ള വൾഗറായിട്ടുള്ള വിവരണങ്ങൾ, ഹൂറികൾ, മദ്യപ്പുഴ തുടങ്ങിയിട്ടുള്ള വഷളത്തരങ്ങൾ, ഇതെല്ലാം വിമർശകർ ആവർത്തിച്ച് ഉന്നയിക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നാണ് മതപണ്ഡിതന്മാർ തന്നെ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസിയുടെ മനസ്സിലേക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു ചിന്താ പരിവർത്തനം ഉണ്ടാവുക. ഇതൊക്കെ പഠിച്ചവരാണ് എല്ലാ വിശ്വാസികളും. മദ്രസയിൽ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൂറികളും മദ്യപ്പുഴയും മുഹമ്മദ് നബിയുടെ ആയിഷക്കല്യാണം ഒക്കെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ 53 വയസ്സുള്ള ഒരു മനുഷ്യൻ 6 വയസ്സുള്ള ഒരു കുട്ടിയെയാണല്ലോ കല്യാണം കഴിച്ചത്, അത് ശരിയാണോ എന്ന ഒരു ചിന്ത ഈ വിമർശനങ്ങൾ ആവർത്തിച്ച് വന്നപ്പോഴാണ് മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്കായിട്ട് വരുന്നത്. അതുവരെ അതൊന്നും ഒരു വിഷയമായിട്ട് അവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ കള്ളുപിടിക്കലും പെണ്ണുപിടിക്കലും ആണോ എന്ന ചോദ്യം വിമർശകർ നിരന്തരമായി ആവർത്തിച്ചപ്പോഴാണ് അത് ശരിയാണല്ലോ, അതൊരു നിലവാരമില്ലാത്ത ജീവിത ലക്ഷ്യമായി പോയല്ലോ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ചില വിഷയങ്ങൾ വിശ്വാസികളുടെ മനസ്സിൽ കുത്തിത്തറക്കുന്ന വിധത്തിൽ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ നിരന്തരമായിട്ട് അത് ആവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്കും വിശ്വാസം അടിച്ചേൽപ്പിക്കപ്പെട്ടവരിൽ നിന്ന് ആ വിശ്വാസം പറിച്ചെറിയാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇതേ മനഃശാസ്ത്ര തന്ത്രം പ്രയോഗിക്കേണ്ടി വരുന്നത്. ആവർത്തനത്തിന് വലിയ മനഃശാസ്ത്രപരമായ ഫലമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.
മറ്റൊരു കാര്യം, നമ്മൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് നമ്മുടെയൊക്കെ വീഡിയോകൾ കണ്ട് അതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ വിരസത തോന്നും, വളരെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വിമർശനത്തിൻ്റെ ഉദ്ദേശ്യം. പുതുതായി ഈ രംഗത്തേക്ക് എത്തി നോക്കുന്ന വിശ്വാസികളിൽ ആശയപരമായ ചിന്താപരമായ ഒരു ഉത്തേജനം ഉണ്ടാക്കുക, അവരുടെ ചിന്തയിലേക്ക് ചില സ്പാർക്കുകൾ കടത്തിവിടുക എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ പുതിയ ആളുകൾ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ആളുകൾ വിരസത കാരണം കുറേ പേര് മാറിപ്പോയിട്ടുണ്ടാവും, കുറേ പേര് ഇത് നിർത്തിവെച്ചിട്ടുണ്ടാവും, കാണുന്നത് നിർത്തിവെച്ചിട്ടുണ്ടാവും. പക്ഷേ പുതിയ ആളുകൾ വരുന്നുണ്ട്. ഈ പുതിയ ആളുകളിലേക്ക് ഈ ആശയങ്ങൾ ചെല്ലണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ ചില സന്ദർഭങ്ങൾ, ചില വിഷയങ്ങൾ കൂടുതലായിട്ട് എടുത്ത് പറയേണ്ട ചില സന്ദർഭങ്ങൾ വന്നുവിടും. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പോൾ അടിമത്തം ഒരു ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരിക്കുകയാണ്. അവിടെ മതപണ്ഡിതന്മാർ കിടന്നിട്ട് ഉരുളുന്നത് നമ്മൾ കാണുന്നു. വിമർശകർ നാനാഭാഗത്തുനിന്നും ഈ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എല്ലാവർക്കും, വിശ്വാസികൾക്കും മതത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്കും പഠിച്ച് കലക്കി കുടിച്ച പണ്ഡിതന്മാർക്കുമൊക്കെ ഒരാശയ വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അവർ മറുപടി പറയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇത്രയും കാലം മിണ്ടാതിരുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ഞാനിപ്പോൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ നിങ്ങൾക്കറിയാം, 15 വർഷം മുമ്പ് ഞാൻ ബ്ലോഗിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചുകൊണ്ടാണ്. ആ ലേഖനം എത്ര പേര് വായിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ച് ആളുകളെ അത് വായിച്ചിട്ടുണ്ടാവുള്ളൂ. ആ ലേഖനം പക്ഷേ പല മതപണ്ഡിതന്മാരും വായിച്ചിട്ടുണ്ട്. അവർ അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക എന്നത് ബോധപൂർവം അവർ കണ്ണടച്ച് ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പണ്ഡിതന്മാരെപ്പോഴാണ് അവർ മറുപടി പറയാൻ നിർബന്ധിതരാകുന്നത്? നമ്മുടെ ഈ ആവർത്തിച്ചുള്ള വിമർശനങ്ങൾ കേട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സംശയങ്ങളുമായിട്ട് ഇവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഇവർക്കിത് മറുപടി പറയാതെ നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടം വരുന്നത്. അവിടെയാണ് ഇപ്പോൾ എം അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ അപകർഷതാബോധം തോന്നുന്ന ചെറുപ്പക്കാരോട് നമ്മൾ ഈമാനം മുറുക്കി പിടിക്കല്ലാതെ നിവൃത്തിയില്ല ട്ടോ എന്ന് പറഞ്ഞ് ദയനീയമായിട്ട് ഒഴിഞ്ഞു മാറേണ്ടി വരുന്നത്. മറുപടിയില്ല. അപ്പോൾ ഈമാൻ ഉറപ്പിച്ചോളി, മുറുക്കി പിടിച്ചോളി എന്ന് പറയുകയല്ലാതെ നിവൃത്തിയില്ല. ഇതൊക്കെ വഷളത്തരങ്ങളാണ് എന്നും വിഡ്ഢിത്തങ്ങളാണ് എന്നും ഒരു കോമൺ സെൻസുള്ള ആർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും വിശ്വാസികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാത്തതുകൊണ്ടും അവരുടെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ അവരിലേക്ക് എത്തിപ്പെടാത്തതുകൊണ്ടുമാണ് ഈ വിശ്വാസങ്ങളൊക്കെ നൂറ്റാണ്ടുകളായി, തലമുറകളായിട്ട് ഇവിടെ നിലനിന്ന് പോരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോകത്തെല്ലായിടത്തും ഇസ്ലാം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ വലിയ തോതിൽ യുക്തിപരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ടാണ് മതത്തെ ഇന്ന് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ മതപണ്ഡിതന്മാർ നിർബന്ധിതരാകുന്നു. നിർബന്ധിതരാകുമ്പോൾ അവർ മറുപടിയില്ലാതെ ഉത്തരം മുട്ടി ബബ്ബ അടിക്കുകയും ഈമാ മുറുക്കി പിടിച്ചോളി എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കാര്യം മനസ്സിലാക്കി മതം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും ഇതുപോലുള്ള സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കാലഹരണപ്പെട്ട അന്ധവിശ്വാസങ്ങൾ നിലനിർത്തിക്കൂടാ. ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ ആധുനിക മൂല്യങ്ങളുണ്ട്, ആധുനികമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും സങ്കല്പങ്ങളും ഉണ്ട്. ആധുനികമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള കഥകൾ, ഇതിനേക്കാൾ എത്രയോ നിലവാരം കൂടിയ കഥകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് കാലത്തിൻ്റെ ധാർമ്മികത മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിൽ നിന്ന് മനുഷ്യർ മോചിതരാവണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടിമത്തത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇസ്ലാമിൻ്റെ ഒരു എടുത്താൽ പൊങ്ങാത്ത അവകാശവാദം, അത് ഇസ്ലാമിന് തന്നെ എതിരാണ് എന്നതാണ്. ഘട്ടം ഘട്ടമായാണ് ഇസ്ലാം അടിമത്തം നിരോധിക്കാൻ ശ്രമം തുടങ്ങിയത് എന്നും അതിൻ്റെ ആദ്യഘട്ടമാണ് ഹദീസിലും ഖുർആനിലൊക്കെ കാണുന്നത് എന്നുമാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വാദം. അങ്ങനെ ഒരു ഘട്ടവും ഖുർആനിലും ഹദീസിലും ഇല്ല എന്നുള്ളത് അവിടെ കിടക്കട്ടെ, അത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം. പക്ഷേ ഘട്ടം ഘട്ടമായി അടിമത്തം ഇല്ലാതാക്കാൻ ഇസ്ലാം ശ്രമിച്ചു എന്ന വാദം ഇസ്ലാമിൻ്റെ തന്നെ അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തത്തിനെതിരാണ് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത്. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നാം ഘട്ടം തുടങ്ങാനല്ല മുഹമ്മദ് നബി വന്നിട്ടുള്ളത്. ഇസ്ലാം അനുസരിച്ച് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയിട്ട്
അവസാനത്തെ അടിയടിച്ച് അവസാനത്തെ ഘട്ടവും പൂർത്തിയാക്കിയിട്ട് ഒരു സമ്പൂർണ്ണ വ്യവസ്ഥ, കുത്തും കോമയും മാറ്റാൻ പാടില്ലാത്ത ലോകാവസാനം വരേക്കുള്ള ഒരു സമ്പൂർണ്ണ വ്യവസ്ഥ തന്നിട്ട് പോയി എന്നാണ് തള്ള്. ആ തള്ളും അടിമത്തം നിരോധിക്കാനുള്ള ഒന്നാം ഘട്ടം തുടങ്ങി വെച്ച് പോയി എന്ന് പറയുന്ന വാദവും പരസ്പര വിരുദ്ധമാണ്. അത് തമ്മിൽ പൊരുത്തമില്ല എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി ഞാൻ എൻ്റെ ബ്ലോഗിൽ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടെ വായിക്കാം. വായിച്ചിട്ട് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളിലേക്ക് കടക്കാം. മതസംരക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ ഏതാനും ചോദ്യങ്ങളാണ് ഇനി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഒന്നുകൂടെ സംഗ്രഹിച്ചുകൊണ്ട് ചോദ്യരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. 7-ാം ശതകത്തിലെ അറബികൾ അടിമ വ്യവസ്ഥയെ നിരാകരിക്കാൻ പാകപ്പെടാത്തതുകൊണ്ടാണ് ഈ കൊടിയ അനീതിയെ ശരിവെക്കുകയും വെപ്പാട്ടി സമ്പ്രദായം പോലുള്ള ഹീനമായ ആചാരങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുകയും ചെയ്തുകൊണ്ട് ദൈവീക സന്മാർഗ വ്യവസ്ഥ പൂർത്തീകരിക്കേണ്ടി വന്നത് എന്ന ന്യായീകരണം ദൈവം എന്ന കഥാപാത്രത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ഇതാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വിശദീകരിച്ച കാര്യം. അതൊരു ചോദ്യമായിട്ട് ഞാൻ ഉന്നയിക്കുകയാണ്. 7-ാം നൂറ്റാണ്ടിൽ അടിമത്തം നിരോധിക്കാനോ അല്ലെങ്കിൽ അടിമത്തം തെറ്റാണ് എന്ന് പറയാനോ സമൂഹം പാകപ്പെടാത്തത് കൊണ്ടാണ് അടിമത്തത്തെ ന്യായീകരിക്കുകയും വെപ്പാട്ടിപ്പണിയെ ന്യായീകരിക്കുകയും ഭർത്തൃമതിയായ അടിമപ്പെണ്ണിനെ ഉടമസ്ഥന് ഭോഗിക്കാമെന്നതുപോലുള്ള അശ്ലീലങ്ങൾ എഴുതി വെക്കുകയും ചെയ്തത് എങ്കിൽ ആ ദൈവത്തിനെ പിന്നെ എന്തിനാണ് കൊള്ളുക എന്നാണ് നമ്മുടെ ചോദ്യം. ഈ വാദം ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് ചോദ്യം. അടിമത്തം നിരോധിക്കാൻ സമൂഹം പക്വമാകും മുമ്പേ പ്രവാചക പരമ്പരയും വെളിപാട് പ്രസിദ്ധീകരണവും നിർത്തലാക്കിയതിൻ്റെ ഔചിത്യമെന്ത്, യുക്തിയെന്ത്? അങ്ങനെ അടിമത്തം പോലുള്ള ഒരു മഹാതിന്മ പോലും നിർത്തലാക്കാൻ പറ്റാത്ത വിധത്തിൽ സമൂഹം അപക്വമായിരുന്നു എങ്കിൽ അക്കാരണം കൊണ്ട് അടിമത്തത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയും അടിമത്തത്തെ ന്യായീകരിച്ച് പറയുകയും ചെയ്യുകയാണ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദൈവം ചെയ്തതെങ്കിൽ ദൈവം അവിടെ വെച്ചിട്ട് പ്രവാചക പരമ്പരയും കിതാബ് പ്രസിദ്ധീകരണമൊക്കെ നിർത്തിവെച്ചതിൻ്റെ യുക്തി എന്ത് എന്നാണ് ചോദ്യം. ദൈവത്തിന് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഏറ്റവും ഹീനമായൊരു അധാർമികത പോലും അവസാനിപ്പിക്കാൻ ദൈവത്തിന് ഈ അന്ത്യപ്രവാചകനിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെയും അന്ത്യപ്രവാചകന്മാർ എന്തുകൊണ്ട് വന്നില്ല? അടിമത്തം നിർത്തലാക്കാൻ എന്തുകൊണ്ട് കിതാബുമായിട്ട് വേറൊരു പ്രവാചകനെ അയച്ചില്ല എന്നാണ് ചോദ്യം. അടിമ സമ്പ്രദായത്തെയും അതിലൂടെയുള്ള ലൈംഗിക ചൂഷണത്തെയും ശരിവെക്കുന്ന ഖുർആൻ വചനങ്ങൾക്ക് അന്ത്യപ്രളയം വരെ പ്രസക്തിയുണ്ടോ? ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും എടുത്താൽ പൊന്താത്ത അവകാശവാദമാണ് കുത്തും കോമയും മാറ്റാതെ ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ, ഒരിക്കലും അപ്രസക്തമാവാത്ത ശാശ്വതമായ മൂല്യങ്ങൾ എന്നൊക്കെയാണ് തള്ളു എങ്കിൽ ഈ അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം അടക്കം ശരിവെക്കുന്ന ഈ ഖുർആൻ വാക്യങ്ങൾക്ക് ലോകാവസാനം വരെ പ്രസക്തി ഉണ്ടോ എന്നാണ് ചോദ്യം. ഇന്ന് പ്രസക്തിയില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. കാരണം ഇന്ന് ലോകത്ത് അടിമത്തമില്ല, അടിമത്തം തെറ്റാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം മുഹമ്മദ് നബിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് പോലെ വെപ്പാട്ടി പെണ്ണുങ്ങളെ വെച്ചുകൊണ്ടുള്ള ഏർപ്പാട് ഇതൊക്കെ വളരെ മോശമാണ് എന്ന് ഇന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹു എന്ന ദൈവത്തിന് ഇതൊന്നും മോശമാണ് എന്ന് തോന്നിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ വളരെ നല്ലതാണ് എന്നും എനിക്കൊരാക്ഷേപവുമില്ല എന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ വെപ്പാട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഭോഗിക്കുന്നതിൽ എനിക്കൊരാക്ഷേപവുമില്ല എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ആക്ഷേപമില്ലായ്മ ലോകാവസാനം വരെ പ്രസക്തമായി തുടരുന്ന ഒരു കാര്യമാണോ? ഇതാണ് എൻ്റെ അടുത്ത ചോദ്യം. സാമാന്യ നീതിക്ക് പോലും നിരക്കാത്തതും കാലഹരണപ്പെട്ടതുമായ ഇത്തരം വെളിപാടുകളെ ഖുർആനിൽ നിലനിർത്തിക്കൊണ്ട് മതം അടിമത്തത്തിനെതിരാണ് എന്ന് മേനി പറയുന്നത് ആത്മവഞ്ചനയല്ലാതെ മറ്റെന്താണ്? ഇത്തരം വിഷയങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് നുണ പറയുക, ഇതാണ് ഇന്ന് മതപണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആത്മവഞ്ചന ചെയ്യാൻ എങ്ങനെയാണ് മനുഷ്യർക്ക് സാധിക്കുക? സത്യസന്ധത എന്ന് പറയുന്നത് ലവലേശമില്ലാതെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതപണ്ഡിതന്മാർ. അതുതന്നെയാണ് അടിമത്തത്തിൻ്റെ കാര്യത്തിലും ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിമത്തത്തെ ന്യായീകരിക്കുകയും അതിനെതിരായി മൗനം ദീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം കാരുണ്യവാനും നീതിവാനുമായി വാഴ്ത്തപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നതിലെ യുക്തി എന്ത്? ഇത്രയും നീചമായൊരു പ്രവൃത്തിയെപ്പോലും പച്ചയായി ന്യായീകരിക്കുന്ന ഒരു ദൈവം 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ ഭാവനയാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മളെയൊക്കെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാലഹരണപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരം കാലഹരണപ്പെട്ട വൃത്തികേടുകൾ ദൈവം
ലോകാവസാനം വരേക്കുള്ള കിതാബിൽ ഇറക്കി വെക്കുകയില്ല എന്നും ഇത് ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകമാണ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ദൈവനിന്ദയാണ് എന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മതത്തെ തള്ളിപ്പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, എങ്ങാനും ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കായിരിക്കും ദൈവത്തിൻ്റെ എല്ലാ സമ്മാനവും അനുഗ്രഹവും ഉണ്ടായിരിക്കുക എന്ന്. 1,00,000-ൽ പരം ദൂതന്മാർ വന്ന് സദാചാരം പഠിപ്പിച്ചിട്ടും സമൂഹത്തിലെ കൊടിയ തിന്മകൾക്കെതിരെ ഒരു താക്കീത് നൽകാൻ പോലും സമൂഹം പാകപ്പെട്ടിട്ടില്ല എങ്കിൽ ദൈവം പിന്നെ എന്തിന് ഇങ്ങനെ ഒരു പാഴ്വേലക്ക് മുതിർന്നു? അടിസ്ഥാനപരമായ മറ്റൊരു ചോദ്യം ഇതാണ്. 1,24,000 പ്രവാചകന്മാരെ അയച്ച്, ഇത്രയും കിതാബുകൾ കൊടുത്തയച്ച്, ലോകത്തെ എല്ലാ ഭാഷയിലും ഈ ധാർമ്മികോപദേശം നൽകിയിട്ട് അടിമത്തം തെറ്റാന്ന് പറയാവുന്ന ഒരു സാഹചര്യം പോലും അന്ത്യപ്രവാചകൻ്റെ കാലത്ത് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഈ ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ദൈവത്തിന് ആ നേരം വല്ല ഉള്ളിക്കൃഷി നടത്തിയാൽ പോരായിരുന്നു. എന്തിനാണ് ഈ പണിക്ക് മെനക്കെട്ടത്? അതിന് ആ പണിക്ക് പറ്റാത്ത ആളാണ് ദൈവം എന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യർ ചെയ്തിട്ടുള്ളതിൽ വെച്ച ഏറ്റവും ഹീനമായൊരു തിന്മയെക്കുറിച്ച് ഒരു താക്കീത് കൊടുക്കാൻ പോലും ഈ 1,24,000 പ്രവാചകന്മാരയച്ച പടച്ചോന് സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ദൈവത്തിനേക്കാളിലൊക്കെ കഴിവ് നമുക്കുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഞാനൊക്കെ ഒരു 10-40 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്ക് ഇപ്പോൾ നല്ല ഫലം കാണുന്നുണ്ട്. പടച്ചോൻ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ചൊരു പുസ്തകം നൂറ്റാണ്ടുകളോളം ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അയച്ച് പഠിപ്പിച്ചിട്ട് ഇതുപോലെ മനുഷ്യനെ ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പടച്ചോൻ ആ പണി നിർത്തിയിട്ട് വേറെന്തിനേയും പോകുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അടിമകളെ വൃഷണമുടച്ച് ഷണ്ഡീകരിക്കുന്ന ക്രൂരത പോലും അക്കാലത്തുണ്ടായിരുന്നു. അതുപോലും വിലക്കുന്ന ഒരു വെളിപാട് അള്ളാഹുവിൻ്റെ വേദപുസ്തകത്തിൽ ഇല്ല എന്നത് ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തം തന്നെ. ഈ ഒരു വിഷയം നമ്മൾ ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഹദീസുകളിലും ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യരെ ഇതുപോലെ അതിക്രൂരമായിട്ട് വൃഷണവും ലിംഗവും നീക്കം ചെയ്തുകൊണ്ട് ഷണ്ഡീകരിച്ചിട്ടുണ്ട്. അന്ന് അടിമകളായ മനുഷ്യരെ പിടിച്ചുകൊണ്ട് വന്നയാൽ ആദ്യം ചെയ്തിരുന്നത് ആ പണിയാണ്. അതല്ലെങ്കിൽ അടിമകളായ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിൽ അവരെ ഇങ്ങനെ ലിംഗവും വൃഷണവും ഛേദിച്ചുകൊണ്ട് ഷണ്ഡീകരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കാളയെ മൂരിയാക്കി പണിയെടുപ്പിക്കുന്നത് പോലെ മനുഷ്യനെ ലൈംഗിക വികാരങ്ങളൊന്നും ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യനെ വെറും മൃഗമാക്കി മാറ്റി മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രൂരകൃത്യം ആ കാലത്ത് ചെയ്തിരുന്നത്. നബിയുടെ വെപ്പാട്ടിയായിരുന്ന മാരിയത്തുൽ കിബ്തിയ്യയുടെ നേരെ ഒരു വ്യഭിചാര ആരോപണം വന്ന സമയത്ത് അവൾ ഗർഭിണിയായതിന് കാരണക്കാരനായിട്ട് ഒരു അടിമയെ പിടികൂടുകയുണ്ടായി. ആ അടിമയെ കൊല്ലാൻ വേണ്ടിയിട്ട് അലിയൊക്കെ ചെല്ലുമ്പോൾ ആ അടിമ കുളിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വരുമ്പോൾ ആ അടിമക്ക് ലിംഗവും വൃഷണമൊന്നുമില്ല എന്ന് കണ്ടു. അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അയാൾ വിട്ടയച്ചു എന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള നിരവധി ഹദീസുകളുണ്ട്. പല അടിമകൾക്കും അന്ന് ഈ ലൈംഗിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പണി ചെയ്തിരുന്നു. ഇത്രയും ക്രൂരമായ ഒരു ഏർപ്പാട് അടിമകൾക്കെതിരെ ചെയ്തിട്ട് ഇതിലും ഭീകരമായിട്ടുള്ള ക്രൂരത ഇല്ല. എന്നിട്ട് അതുപോലും ഹറാമാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്തിറക്കാനോ അതല്ലെങ്കിൽ ഒരു ഹദീസ് ഇറക്കാനോ ഈ ദൈവത്തിനും ദൂതനും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവവും ദൂതനും അടിമത്തം തെറ്റാണ് എന്നോ അതിൽ കൂടെ ചെയ്യുന്ന ചൂഷണവും തിന്മയും തെറ്റാണ് എന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ആ കാലത്ത് അത് പതിവായിരുന്നു. അതുകൊണ്ട് ആ കാലത്തുള്ളതൊക്കെ തന്നെയാണ് ശരിയെന്ന് മുഹമ്മദ് ധരിച്ചു. മുഹമ്മദ് എന്ത് ധരിച്ചോ അത് തന്നെയാണ് മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയ ആയ അള്ളാഹും ധരിച്ചത്. ഇതാണ് വാസ്തവം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ വെറും കോമൺ സെൻസ്, ശരാശരി സാമാന്യ ബുദ്ധി പോരെ മക്കളെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആരും അടിമ സമ്പ്രദായത്തിനെതിരെ എന്തെങ്കിലും ഉരിയാടിയതായി കാണുന്നില്ല. അതേസമയം എണ്ണപ്പെട്ട പല പ്രവാചകരും ഈ സമ്പ്രദായത്തിൻ്റെ ഗുണഭോക്താക്കളായിരുന്നതാനും. അല്ലേ? സുലൈമാൻ നബിക്ക് 1000 പെണ്ണുങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. 300 വെപ്പാട്ടികളും 700 ഭാര്യമാരും. ഇതാണ് ഓരോ നബിമാരുടെ അവസ്ഥ. ഇബ്രാഹിം നബിൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടായത് വെപ്പാട്ടി പെണ്ണിലാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഏറ്റവും അവസാനം വന്ന നബിമാരെങ്കിലും മര്യാദക്ക് കാണിച്ചു കൊടുക്കണ്ടേ? മുഹമ്മദ് നബിക്കും ആരെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്തയച്ചിരുന്നത് അടിമ പെണ്ണുങ്ങളായിരുന്നു. എന്നിട്ട് ആ അടിമ പെണ്ണുങ്ങളിൽ ആ സമ്മാനം കിട്ടിയ പെണ്ണുങ്ങളിൽ സന്താനം ജനിപ്പിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. എന്നിട്ട് ഈ മുഹമ്മദിൻ്റെ ജീവിതമാണ് ഉസ്വത്തുൻ ഹസനത്തുൻ, ലോകാവസാനം വരെ ഉത്തമ മാതൃക, റോൾ മാതൃക എന്ന് വഷളത്തരം ഇതിനകത്ത് എഴുതിയും വെച്ചിരിക്കുന്നു. അപ്പം വെപ്പാട്ടിപ്പണിയും അടിമത്വവും ഒക്കെ ലോകാവസാനം വരെ
ധാർമ്മികമാണ്, സദാചാരമാണ്, അതിൽ യാതൊരു കുഴപ്പമില്ല എന്നല്ലേ ഇവർ ഈ പഠിപ്പിച്ചത്. നബിമാരുടെ മാതൃക തന്നെ അതല്ലേ. 300 ഭാര്യമാരും 700 വെപ്പാട്ടികളുള്ള സുലൈമാൻ നബിയൊക്കെയാണ് ലോകത്ത് സദാചാരം പഠിപ്പിക്കാൻ വന്നത് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നതെങ്കിൽ എന്താണ് ഈ മതത്തിൻ്റെ സദാചാരത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട്? പല എണ്ണപ്പെട്ട പ്രവാചകന്മാരും ഈ സമ്പ്രദായത്തിൻ്റെ ഗുണഭോക്താക്കളായിരുന്നു. പല നബിമാർക്കും നൂറുകണക്കിന് വെപ്പാട്ടികളും അടിമകളും ഉണ്ടായിരുന്നു. സുലൈമാൻ നബിക്ക് ഭാര്യ വെപ്പാട്ടി വൃന്ദത്തിൽപ്പെടുന്ന 1000 പെണ്ണുങ്ങളുണ്ടായിരുന്നു അത്രേ. അന്ത്യപ്രവാചകനും അടിമകളും വെപ്പാട്ടികളും ഉണ്ടായിരുന്നതായി ചരിത്രരേഖകളിൽ കാണുന്നു. മദ്യനിരോധനം ഘട്ടം ഘട്ടമായാണ് ഖുർആൻ ഏർപ്പെടുത്തിയത്. എല്ലാ ഘട്ടവും ഖുർആനിലുണ്ട്. ഒടുവിലെ ഘട്ടം എന്ന നിലക്ക് മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഖുർആനിൽ കാണാം. എന്നാൽ അടിമത്തത്തിനെതിരെ ഖുർആനിൽ യാതൊന്നും പറഞ്ഞതായി കാണുന്നില്ല. അവസാന ഘട്ടം എന്ന നിലക്ക് മദ്യം നിരോധിച്ചു എന്ന് പറഞ്ഞത് അത്ര ശരിയൊന്നല്ല. നിരോധിച്ചതായിട്ടുള്ള ഉത്തരവൊന്നും ഖുർആനിലില്ല. മദ്യം വർജിക്കാനുള്ള ഒരു ആഹ്വാനം മാത്രമേ ഖുർആനിലുള്ളൂ. സമ്പൂർണ്ണമായി നിരോധിച്ചതായിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഖുർആനിൽ കൊടുത്തിട്ടുള്ള ക്രമം അനുസരിച്ച് മദ്യത്തെക്കുറിച്ച് പറഞ്ഞ 2-3 കാര്യങ്ങളും ചേർത്ത് വെക്കുകയാണെങ്കിൽ ഖുർആനിലെ ക്രമം അനുസരിച്ച് അവസാനം പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കള്ളുടിക്കരുത് എന്നാണ്. വല്ലാത്തപ്പോൾ കുടിച്ചോളൂ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതുമാത്രമല്ല, കള്ള് മനുഷ്യർക്കുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ എണ്ണിക്കൊണ്ടുള്ള ആയത്ത് ഖുർആനിലുണ്ട് താനും. ഇങ്ങനെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ആ കാര്യത്തിൽ തന്നെ ഉണ്ട്. എങ്കിൽ പോലും 2-3 ഘട്ടങ്ങളിലായിട്ടെങ്കിലും മദ്യത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അടിമത്തത്തിനെതിരായിട്ട് ഒരു ഘട്ടം എവിടെ, 2ാം ഘട്ടം എവിടെ, 3ാം ഘട്ടം എവിടെ, ഒടുക്കത്തെ ഘട്ടം എവിടെ? ഒരു ഘട്ടവും ഇല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഒരു വാദം, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇസ്ലാം അടിമത്തത്തിന് എതിരായ നിലപാടെടുത്തു എന്ന് പറയാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ആളുകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഊതി വീർപ്പിച്ച് കുറേ കള്ളത്തരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു വലിയൊരു വാദമാണ് അടിമ മോചനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്നത്. അതായിരുന്നു പോലെ ഇസ്ലാമിൻ്റെ 1ാം ഘട്ടം. എന്നാൽ ആ 1ാം ഘട്ടം തുടങ്ങിയത് ആരാ? അടിമത്തത്തിൻ്റെയും ഈ പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. ആദ്യകാലത്ത് മനുഷ്യർക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകൾ എടുത്തു നോക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹമ്മുറാബി കോഡും ബൈബിളിലെ പഴയ നിയമവും ആ കാലഘട്ടത്തിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ നിയമങ്ങളിലൊക്കെ അടിമ സമ്പ്രദായത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഈ അവകാശവാദവും അവിടെ പൊളിഞ്ഞ് പാളീസാവുന്നു എന്നത്. കാരണം അടിമത്തം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഉള്ള നിലപാടുകളും നടപടികളുമാണ്, അല്ലെങ്കിൽ അടിമത്തം തുടങ്ങിയ കാലഘട്ടം തൊട്ട് തന്നെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ് പെറുക്കിക്കൂട്ടി ഇസ്ലാമിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ മുഹമ്മദ് നബി ഇസ്ലാമിൽ എന്തെങ്കിലും പുതുതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റില്ല. പഴയ നിയമം ഉൾപ്പെടെയുള്ള അള്ളാഹിൻ്റെ പഴയ കിതാബുകളിലും ആ കിതാബുകൾ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റില്ല. സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും പെറുക്കി കൂട്ടി എന്നല്ലാതെ ഒരു മതവും അടിമത്തത്തിനെതിരായിട്ട് ഒരു ചുക്കും പറഞ്ഞിട്ടില്ല, പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാമും ഒരു ചുക്കും കൊണ്ടുവന്നിട്ടില്ല. അടിമമോചനം ഒരു ജാഹിലിയ സമ്പ്രദായം. എൻ്റെ ലേഖനം തുടരുകയാണ്. ഇസ്ലാം അടിമത്തത്തിനെതിരായിരുന്നുവെന്നും അത് ഉന്മൂലനം ചെയ്യാൻ പദ്ധതികൾ ആവിഷ്കരിച്ചുവെന്നും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ പ്രധാനമായി ഉദ്ധരിക്കാറുള്ളത് അടിമമോചനം സംബന്ധിച്ച ചില ഖുർആൻ വാക്യങ്ങളാണ്. ബലിയും വ്രതവും ദാനധർമ്മങ്ങളും എന്ന പോലെ അടിമമോചനവും പുണ്യം സിദ്ധിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഇത് അടിമത്തം പാപമായതുകൊണ്ടോ അത് നിർത്തലാക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ടോ സ്വീകരിച്ച നടപടിയായിരുന്നില്ല. അടിമകളും മൃഗങ്ങളും അക്കാലത്തെ പ്രധാന ഭൗതിക സ്വത്തായിരുന്നു. ആ സമ്പത്തിനെ ദൈവപ്രീതിക്കായി ത്യജിക്കുക വഴി സ്വർഗം കരസ്ഥമാക്കാമെന്ന വിശ്വാസത്തിനപ്പുറം ഈ പുണ്യകർമ്മത്തിന് സാമൂഹ്യ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൃഗബലി നടത്തിയിരുന്നത് മൃഗങ്ങളെ വംശനാശം വരുത്താനോ മൃഗം വളർത്തൽ എന്ന സമ്പ്രദായത്തെ ഇല്ലാതാക്കാനോ ഉദ്ദേശിച്ചായിരുന്നില്ലല്ലോ. ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അടിമകളെ മോചിപ്പിക്കുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ഇസ്ലാം മതമാണെന്ന അവകാശവാദം തന്നെ വസ്തുതാവിരുദ്ധമാണ്. പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തമായും പുണ്യം നേടാനുള്ള ത്യാഗപൂർണമായ അനുഷ്ഠാനമായും അടിമകളെ മോചിപ്പിക്കുന്ന രീതി ഇസ്ലാമിന് മുമ്പ് തന്നെ ജാഹിലിയ അറബികൾക്കിടയിൽ പതിവായിരുന്നു. മറ്റനേകം ജാഹിലിയ ആചാരങ്ങളെ സ്വീകരിച്ച കൂട്ടത്തിൽ ഇസ്ലാം ഇതും ഒരനുഷ്ഠാനമായി അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. ജാഹിലിയ വിശ്വാസങ്ങൾ വെടിഞ്ഞ് ഇസ്ലാം ആശ്ലേഷിച്ചിരുന്ന പലരും
പ്രവാചകനോട് തങ്ങൾ മുമ്പ് ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ പ്രതിഫലം ലഭിക്കുമോ എന്ന് ആരാഞ്ഞിരുന്നതായി ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവർ എടുത്തു പറഞ്ഞ പുണ്യാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അടിമമോചനം തന്നെയായിരുന്നു. ഇതിൽ നിന്നും ഈ സമ്പ്രദായത്തിൻ്റെ ആരംഭം മുഹമ്മദ് നബിയിൽ നിന്നോ ഇസ്ലാമിൽ നിന്നോ ആയിരുന്നില്ല എന്ന് വ്യക്തമാകുന്നു. അടിമകളിൽ നിന്ന് തന്നെ അവരുടെ വില ഈടാക്കിക്കൊണ്ട് മോചനം നൽകുന്ന രീതിയും അക്കാലത്തുണ്ടായിരുന്നു. ഇത് അക്കാലത്ത് മാത്രമല്ല, അടിമ സമ്പ്രദായം തുടങ്ങിയ കാലം തൊട്ടേ ഉള്ളതാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ. അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് ഹമ്മുറാബി കോഡിൽ കാണാം, ബൈബിളിൽ കാണാം, മറ്റു പഴയ നിയമസംഹിതകളിലും പഴയ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം. അടിമകളെ മോചിപ്പിക്കുന്നത് ആടിനെ ദാനം ചെയ്യുന്നത് പോലെ, ഒട്ടകത്തെ ബലി നൽകുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യർ അവരുടെ സമ്പത്ത് ത്യജിക്കുക എന്ന അർത്ഥത്തിൽ ഒരനുഷ്ഠാനമായി നിലനിർത്തിപ്പോന്നതാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മനുഷ്യർ മൃഗങ്ങളെ വളർത്തി തുടങ്ങിയ കാലം തൊട്ട് മൃഗങ്ങളെ ദൈവങ്ങൾക്ക് കൊടുത്തിരുന്നു, ദൈവങ്ങളുടെ പേരിൽ ദാനം ചെയ്തിരുന്നു, ദൈവങ്ങൾക്ക് ബലി നൽകിയിരുന്നു. അതുപോലെ തന്നെ അടിമകൾ സമ്പ്രദായം തുടങ്ങിയ കാലം തൊട്ട് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അടിമകളെ ദാനം ചെയ്യുകയോ അടിമകളെ മോചിപ്പിക്കുകയോ ചെയ്യുക എന്ന സമ്പ്രദായം മനുഷ്യർ നിലനിർത്തി പോന്നിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ കാലത്ത്, ജാഹിലിയ കാലത്ത്, മുഹമ്മദിന് ഈ അസ്കിത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അറേബ്യയിലും മക്കയിലുമൊക്കെ അടിമമോചനം ഒരു പുണ്യകർമ്മമായിട്ട് കണക്കാക്കിയിരുന്നു. സന്തോഷമുണ്ടാകുമ്പോഴും സങ്കടമുണ്ടാകുമ്പോഴും ദൈവത്തിന് ആവശ്യമുള്ള സമയത്തും ഒക്കെ മനുഷ്യർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് മൃഗബലിയും ദാനവും ഒപ്പം അടിമമോചനവും. ഇതിൻ്റെ മൂന്നിൻ്റെയും സിദ്ധാന്തം ഒന്ന് തന്നെയാണ്, മൂന്നിൻ്റെയും അടിസ്ഥാനം ഒന്നാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള സ്വത്ത് ഞാൻ ഉപേക്ഷിക്കുക എന്നതാണ് എൻ്റെ അർത്ഥം. അതല്ലാതെ അടിമകളെ ദാനം ചെയ്യുന്നതോ അടിമകളെ മോചിപ്പിക്കുന്നതോ അടിമ സമ്പ്രദായവുമായിട്ടൊരു ബന്ധവുമില്ല. ഏതുപോലെ ഒരു ആടിനെ ദാനം ചെയ്യുന്നത് ആട് വളർത്തൽ സമ്പ്രദായം നിർത്തലാക്കാനുള്ള ഒന്നാം ഘട്ടമല്ല. ഒരു ഒട്ടകത്തിന് ബലി നൽകുന്നത് ഒട്ടകത്തെ വളർത്തുക എന്ന സമ്പ്രദായം തെറ്റായതുകൊണ്ട് അത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ വേണ്ടി ആദ്യപടി എന്ന നിലക്ക് കൊണ്ടുവന്ന നടപടിയല്ല. അതുപോലെ തന്നെ അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമാണ് എന്ന് കരുതിയത് അടിമത്വം തെറ്റാണ് എന്നതുകൊണ്ടും അടിമമോചനത്തിലൂടെ അടിമത്വം ഇല്ലാതാക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഒന്നും തുടങ്ങിയ സാധനം അല്ല. അതിനു തെളിവ് ഇസ്ലാമിൻ്റെ രേഖകളിൽ തന്നെ ഉണ്ട്. മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ 2 അടിമകളെ മോചിപ്പിച്ചിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ 2 അടിമകളെ മോചിപ്പിച്ചു നബിയെ എന്ന്. അപ്പോൾ നബി പറയുന്ന മറുപടി, അജ് എന്ത് പണിയാ ചെയ്തത്, അത് എനിക്ക് എൻ്റെ അമ്മാവന് കൊടുത്താൽ പോരായിരുന്നോ, ദാനം ചെയ്യുന്നതല്ലേ ഏറെ പുണ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അടിമത്വം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നടപടിയായിരുന്നു അടിമമോചനമെങ്കിൽ ഈ വർത്താനം പറയുമോ? ദാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യം അടിമമോചനത്തിനാവണ്ടേ? നബി എന്താ പഠിപ്പിച്ചത്? ഏജ് ചെയ്തത് ശരിയായില്ല, എൻ്റെ അമ്മാവന് കൊടുത്താൽ മതിയായിരുന്നു, ദാനം ചെയ്താൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അടിമകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകളുടെയും അടിമകളെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ള കർമ്മശാസ്ത്ര നിയമങ്ങളുടെയും ഒക്കെ പോടെ ഒരു ശേഖരം നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നിറച്ചാൽ പോലും തികയില്ല, ലോറി കൊണ്ടെന്ന് കയറ്റിയാൽ തികയില്ല, അത്രയുണ്ട്. ഹദീസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അടിമത്തത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ സമ്പ്രദായങ്ങളെ ന്യായീകരിക്കുന്ന, അടിമകളെ അടിമകളാക്കി നിർത്താൻ വേണ്ടി ഉപദേശങ്ങൾ നൽകുന്ന ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്. അടിമകളോട് എന്താ പറയുന്നത്? നിങ്ങൾ 2 ഇരട്ട അടിമകളാണെന്നാണ് പറയുന്നത്. ഒന്ന് അള്ളാഹിൻ്റെ അടിമയാണ്, വിശ്വാസികളായ അടിമകളോടാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ്, നിങ്ങൾ യജമാനൻ്റെ അടിമയാണ്. ഈ 2 ഇബാദത്തിനുള്ള കൂലി ഇരട്ടിക്കൂലിയാണ് നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ഒരടിമക്ക് ഒരു സാധാരണ മുസ്ലിമിന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിക്കൂലിയാണ്. എന്താ കാരണം? അടിമക്ക് 2 ഉടമകളുണ്ട്, ഒന്ന് അള്ളയും ഒന്ന് അടിമൻ്റെ മുതലാളിയും. ഈ 2 കൂട്ടർക്കും വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ് അടിമകൾക്ക് ഇരട്ടി കൂലി ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരടിമയുടെ ചുമതല, പ്രാഥമിക ചുമതല തൻ്റെ യജമാനനെ സേവിക്കലാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അടിമ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അടിമ നോൽമ്പോറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, അടിമ പള്ളിക്കൂലിയിൽ കുഴപ്പമില്ല. അടിമയുടെ ഇബാദത്ത് എന്ന് പറയുന്നത്, പ്രധാന ഇബാദത്ത് എന്ന് പറയുന്നത് ഉടമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഒരടിമ ഉടമയെ വിട്ട് ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയാൽ എന്താ കഥ എന്നറിയാക്ക്? സ്വർഗത്തിൻ്റെ ഒരു മണം പോലും അവനൊരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. അവന് നരകം വിധിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇസ്ലാം അടിമത്തത്തിനെതിരായിട്ട് ഘട്ടം ഘട്ടം തുടങ്ങിയെന്ന്. എവിടെ ഘട്ടം? എന്ത് ഘട്ടം? അടിമ ഓടിപ്പോയാൽ അവനെ എവിടുന്നെങ്കിലും പിടിച്ചുകൊണ്ടെന്നിട്ട് ഉടമയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടിമ
ഉടമയെ വിട്ടിട്ട് ഓടിപ്പോയാൽ ആ അടിമ സ്വർഗത്തിൻ്റെ മണം പോലും കേൾക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നരകത്തിലേക്കാണ് ആ അടിമ പോവുക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം അടിമത്തം നിരോധിച്ചോ? ഇസ്ലാം അടിമത്തത്തിനെതിരെ ഘട്ടം ഘട്ടം തുടങ്ങിയോ? എവിടെ ഒന്നാം ഘട്ടം?